ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. KTU സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മറ്റൊരു വീഡിയോ ആണ്. ഒരുപാട് മെസ്സേജുകൾ ഈ പരീക്ഷ കഴിഞ്ഞ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഉത്തരവും കൂടിയാണ് ഈ വീഡിയോ. ചില ചോദിച്ചത് ഇങ്ങനെയാണ്, അതായത് പരീക്ഷ എഴുതിയപ്പോൾ കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ എല്ലാം എഴുതി തീർത്തു, ഓക്കെ, പക്ഷേ ഡൗട്ടാണ്, ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാകും, മാത്സിനും ഗ്രാഫിക്സിനും ഒക്കെ. അതുകൊണ്ട് ബാക്കി വന്ന സമയത്തിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്തു. സാർ, അപ്പോൾ അഡീഷണൽ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, അത് ശരിയാണ്, ആദ്യം എഴുതിയത് തെറ്റാണ്, ഏതിനായിരിക്കും മാർക്ക് കൺസിഡർ ചെയ്യുക? അത് ഒന്നാമത്തെ ഡൗട്ടാണ്. രണ്ടാമത്തെ ഡൗട്ട്, ഞാൻ പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഒന്ന് മാത്രമേ എഴുതിയുള്ളൂ. എന്നിട്ട് പാർട്ട് ബിയിൽ അതും 2 AB പാർട്ട് ഉണ്ടായിരുന്നു, അതിൽ B പാർട്ട് എഴുതി. അതുപോലെ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യന് മൾട്ടിപ്പിൾ ആയിട്ട്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മാർക്ക് 4 മാർക്കും ആയിരിക്കും, വേറൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 6 മാർക്ക് 3 മാർക്കും ആയിരിക്കും. അപ്പോൾ ആ കുട്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അറിയാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങ് എഴുതി വെച്ചു. ആക്ച്വലി ഓവർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അറിയാവുന്ന എല്ലാം അങ്ങ് എഴുതി വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ കൺസിഡർ ചെയ്യും? മാർക്ക് കുറയ്ക്കുമോ അല്ലെങ്കിൽ പെനാൽറ്റി മാർക്കായിട്ട് ഇടുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, KTUവിൻ്റെ കഴിഞ്ഞ വർഷത്തെയൊക്കെയുള്ള ഇവാല്യൂഷൻ ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് അല്ലാതെയൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിങ്ങൾക്ക് പരമാവധി മാർക്ക് തരാൻ മാത്രമാണ് യൂണിവേഴ്സിറ്റി അധികൃതരായിക്കോട്ടെ, അതായത് ഇപ്പോൾ ഇതിനിടയിലും ഒരു ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത് വാല്യൂഷന് വേണ്ടി പിള്ളേരുടെ മാർക്ക് കുറയ്ക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് KTU എന്ന് പറയാറുണ്ട്. ബട്ട് അത് S1 S2 എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ അനുഭവത്തിലില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി എത്രയൊക്കെ ആൻസർ ഷീറ്റിൽ നോക്കിയാലും മാർക്ക് കൂടിയതിനായിരിക്കും അവർ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. +1 +2 SLC പോലെ തന്നെയാണ്. നിങ്ങൾ മൾട്ടിപ്പിൾ ആൻസേഴ്സ് എഴുതി, അപ്പോൾ അതിൽ നോക്കുക, അപ്പോൾ ഓരോന്നിൻ്റെയും മാർക്ക് അവസാനത്തെ കോളത്തിൽ എഴുതുമ്പോൾ ഏതിനാണോ മാർക്ക് കൂടുതൽ, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനിൽ തന്നെ 2 അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതിനാണോ മാർക്ക് കൂടുതൽ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യുക. ഇനി ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണ് എങ്കിൽ നിങ്ങളുടെ മാർക്ക് അഡീഷണലായിട്ട് കിട്ടും. എങ്ങനെ? നിങ്ങൾ മറ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾ ആ മറ്റ് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ലഭിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആൻസർ ഹിന്റ് വെച്ചിട്ട് ഓൾറെഡി അവരുടെ കയ്യിലുള്ള ഒരു ആൻസർ കീ ഉണ്ടാകും, അത് വെച്ചിട്ട് ഇക്വേഷൻസിനൊക്കെ നല്ല മാർക്ക് തരാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ തന്നെ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ പണി. അത് കഴിഞ്ഞ് താനെ മാർക്ക് വന്നോളും, പേടിക്കേണ്ട. ഇൻ കേസ് സപ്ലൈ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഇനി അങ്ങോട്ടുള്ള ടിപ്സും ട്രിക്സുമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാകും. അപ്പോൾ മടിക്കേണ്ട, മറ്റ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലോട്ട് പോരട്ടെ, ഞാനും കാത്തിരിക്കുന്നു കമൻറ്റിന് റിപ്ലൈ തരാനായിട്ട്.